മതി മോന്തിയത്. സ്വന്തം സമ്പാദ്യത്തൊന്നും അല്ലല്ലോ വച്ച് കീറണത്. ഈ തന്തയുടെ ബ്ലേഡ് കാശെന്നല്ലേ? എടാ ബുദ്ധി വേണടാ ബുദ്ധി. പണ്ടവന്റെ തന്തയുടെ കയ്യിനെ ബ്ലേഡിന് കാശിന് പകരം LP സ്കൂളിന്റെ പ്രമാണം തന്നെ പിടിച്ചു വാങ്ങിച്ചത് അത് വെച്ച് 4 കാശ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാ. പക്ഷെ ആ പൊരമനയിലെ പുനാര മോൻ എന്നവിടെ ധർമ്മസ്ഥാപനം കെട്ടിപ്പൊക്കിയോ അന്ന് മുതൽ നമ്മുടെ സ്കൂളിന് മുടിവാ. അവനെയും അവന്റെ നശിച്ച സ്ഥാപനത്തെയും വേരോടെ പിഴുതെറിയാൻ മൂക്കിന്റെ തുമ്പത്തൊരു അവസരം കിട്ടിയപ്പോ അതങ്ങ് ചീറ്റിച്ച് കളഞ്ഞു. കഴുത മസിലും പെരുപ്പിച്ച് 4 ഉണ്ണാക്കന്മാരെയും കൊണ്ട് അവിടെ ചെന്ന് നീ എന്നാ ഉണ്ണാക്കളാ ഉണ്ടാക്കിയേ? ഓ, ഒരു പെട്ടിക്കോളം വാർത്തെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞോടാ എനക്ക്. എന്നിട്ട് കുത്തിയിരുന്ന മോന്ത കഴുത. അപ്പാ സായന പത്രത്തിലല്ല, ദിനപത്രത്തിൽ വരും, ഫ്രണ്ട് പേജിൽ. ഈ വാർത്തയല്ല, ഇതിലും ചൂടുള്ള വാർത്ത. അതോടെ കേരളക്കര മുഴുവൻ അറിയും അവന്റെ സ്കൂളിന്റെ മാഹാത്മ്യം. ആ കാര്യത്തിൽ ഞാൻ അപ്പന്റെ മോൻ തന്നെ. അപ്പാ ചന്ദ്രേട്ടനോട് പറഞ്ഞ നമ്മുടെ കല്യാണം എപ്പ നടന്നു ചോദിച്ചാ മതി. പക്ഷേ ഏട്ടനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്ത്? നിന്നെ ഞാൻ കെട്ടാൻ വരുന്നത് ഒരു കൊടി വെച്ച കാറിലായിരിക്കും. ഓ, കൊടി വെച്ച കാറിലെ കെട്ടാൻ വരുമെന്ന് അത്രയ്ക്ക് നിർബന്ധാണെങ്കിൽ എന്നെ കെട്ടാൻ വരുമ്പോ ഒരു കൊടി വാങ്ങി കിട്ടിയ പോരെ? ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞേ. ഈ മന്ത്രികുമാരൻ കൊടിയും വടിയും പിടിച്ച് എന്നെ കെട്ടാൻ വരുമ്പോഴത്തേക്കും ആ മീശപ്പട്ടാളെങ്ങ എഴുന്നള്ളും. അയാള് വന്നാലേ കല്യാണല്ലേ മാഷെ നടക്ക അടിയന്തര. അയാൾക്ക് ഇതിൽ എന്ത് കാര്യം? അയാൾ കെട്ടിയ നിന്റെ ചേച്ചിയല്ലേ, നിന്നെ ഒന്നുമല്ലല്ലോ. അത് തന്നെ അയാളുടെ ഉദ്ദേശം. ചില നേരത്തെ അയാളുടെ നോട്ടം കണ്ട അയാൾക്ക് ഞാനും ചേച്ചി ഒരുപോലെയാ. മുമ്പിൽ നിൽക്കാൻ കൂടെ പേടിയാ എനിക്ക്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചന്ദ്രനോട് സംസാരിച്ചതാ. ഏട്ടൻ പറഞ്ഞത് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരാനാ. പക്ഷേ അതല്ലല്ലോ അതിന്റെ ശരി. ഏട്ടന് കല്യാണാലോചന നടക്കുമ്പോ അനിയൻ കല്യാണം കഴിക്കാന്ന് പറയുന്നത് മോശമല്ലേ? ഇവരെന്താ ഇവിടെ? എന്തായാലും ചേച്ചി പട്ടാളം ലാൻഡ് ചെയ്യുമ്പോഴല്ലേ, അത് നമുക്ക് അപ്പം നോക്കാം. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ കുടിച്ച കാപ്പിക്ക് കാശ് കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടോ. ഇനി ഇവിടെ നിന്നാൽ ആരെങ്കിലും ഒക്കെ കാണും, അതോടെ എന്റെ പാർട്ടി നാറും. നിനക്കറിയില്ലേ, ഖദറിട്ട യുവ നേതാക്കൾക്ക് പ്രണയം നിഷിദ്ധമാണ്. ഇങ്ങനെ പോയ അവസാനം ഈ ഖദറെ കാണൂ. അല്ല, ഈ ഖദറും കാണും. പോട്ടെ കാതലി. മന്ത്രിയുടെ PA 105. താങ്ക്സ്. എന്താ? മാത്യു, ആ ടീച്ചർ അങ്ങോട്ട് വരുന്നുണ്ട്. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. തൽക്കാലം അവളുടെ മുമ്പിൽ നീയാണ് PA. യഥാർത്ഥ PA ഞാൻ അങ്ങനെ പാട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അല്ല, വല്ല കുഴപ്പമാവോ? കുഴപ്പമാ നീ അവളെ കയറി പിടിക്കാനൊന്നും പോണ്ട. സൽക്കരിച്ച് അവിടെ ഇരുത്തിയാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ. യെസ്, കം ഇൻ. നമസ്കാരം സർ. യെസ്, ഞാൻ ചാക്യാർകൂത്ത് വിദ്വാൻ തിരുമുൽപ്പാടിന്റെ മകളാ. എന്താ കാര്യം? ഞാൻ ആ പെൻഷന്റെ കാര്യം സംസാരിക്കാൻ. ഇരിക്കൂ. ടീച്ചർ എന്താ ഇവിടെ? ഗണേശ, ഞാൻ അച്ഛന്റെ പെൻഷന്റെ കാര്യം സംസാരിക്കാൻ. മന്ത്രിയുടെ PA. മന്ത്രിയുടെ PA? ഇവനാ? അതെ, താനാരാ? ഇപ്പൊ കേരളം ഭരിക്കുന്ന മന്ത്രിമാരുടെ ഒരു PAയും യുവജന പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ പുരമനയിൽ ഗണേഷ് കുമാറിനോട് ഈ ചോദ്യം ചോദിക്കില്ല. താൻ എന്ന് മുതലാണോ CC പണി നിർത്തി കതറിട്ടത്? ഏത് മന്ത്രിയുടെ PA നീ? ടീച്ചറെ, ഇത് കളി വേറെയാ. അങ്ങനെ പോവാതെ ടീച്ചറെ. ഇതുപോലുള്ള പാവങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് നിനക്ക് ഞങ്ങളോട് മതിടാ. പൂച്ചക്കുട്ടിക്ക് വെച്ച കണിയിൽ വീണത് പുലിക്കുട്ടി. അവളോടൊപ്പം അവനകത്ത് കിടക്കുമ്പോ പത്രവാർത്തക്ക് ഇമ്പം കൂടും. ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തേക്ക്. ചെല്ലേ, വരൂ. ഈ മനസ്സറിയാഞ്ഞിട്ടല്ല, മോള് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാ. പക്ഷേ അതിങ്ങനൊരു ചതിയാവുന്ന ഈശ്വരനോ. ചതിയായി പോകും, അതാ കാലം. ആ നേരത്തെ ഗണേശൻ അവിടെ എത്തിയതുകൊണ്ട്. അതല്ലെങ്കിലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നമ്മളൊക്കെ? എന്റെ അച്ഛന്റെ നല്ല ചങ്ങാതിക്ക് അവശകലാകാരന്റെ പെൻഷൻ കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ.
കരയണ്ട ചെല്ലേ. സോറി ചന്ദ്ര, ഇതൊരു ഫാമിലി ടഗാണെന്ന് അറസ്റ്റിന് ശേഷം മനസ്സിലായത്. ചന്ദ്രൻ ഒരു കംപ്ലൈന്റ് എഴുതാം, ഞാൻ അവനെതിരെ ആക്ഷൻ എടുക്കാം. ഏയ് വേണ്ട. ചൂടുള്ള വാർത്തയാ. വായിച്ച് വളരെ ചൂടുള്ള വാർത്ത. മകളെ, പുരമനയിൽ ചന്ദ്രന്റെ ഗുരുകുല ശിഷ്യന്മാരെ കൊണ്ടുപോയി വായിച്ച് പഠിക്ക്. റബ്ബുല്ലാലമീനായ തമ്പുരാനെ നമ്മൾ എന്തായി കാണുന്നത്? ഉടമയുടെ അനുജനും വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ്. അല്ലാ, വായിച്ചില്ലേ? സ്വന്തം തന്തയുടെ പേര് നമ്മുടെ ഗൾഫുകാരൻ നടത്തുന്ന സ്കൂളിന്റെ മാഹാത്മ്യം. ചാക്കോയെ, ചന്ദ്രൻകുഞ്ചിന്റെ സ്കൂളിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പടച്ചോൻ പൊറുക്കൂല കേട്ടോ. ഓ അവന്റെ ഒരു സ്കൂള് വെറുതെ അല്ല അഡ്മിഷൻ ഫീസും സെക്യൂരിറ്റി കാശും ഒന്നും മേടിക്കാതെ അവന് ഏർപ്പാട് ചെയ്യുന്നത്. കൂട്ടിക്കൊടുപ്പല്ലേ പണി. കൈ നിറയെ കാശും കസ്റ്റഡി പെണ്ണും. പിന്നെ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ എന്താ? ഒരു വെടിക്ക് രണ്ടല്ലേ പക്ഷികള്. എന്റെ അപ്പം നടന്ന വിദ്യാഭ്യാസ കച്ചവടം തന്നെ സംഭവിച്ചു. പക്ഷെ അവൻ നടത്തുന്നതോ വ്യഭിചാര കച്ചവടം. ആ അല്ലോട്ട് ചേഞ്ഞോടാ. ഓ കംപ്ലീറ്റ് ഓക്കെ. എങ്കിൽ കേരള മക്കളെ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ഇപ്പോഴല്ലേ ചാക്കോ അപ്പന്റെ മോനായത്. എന്നെ മാനം കെടുത്താൻ പാവങ്ങളുടെ മാനം വിറ്റ് നീ പത്രം അറിയാണേ. നിന്റെ തറവാട്ടിലെ തന്തയ്ക്ക് പറക്കാത്ത കാരണവന്മാരെ പണ്ടില്ലാത്ത പലിശയും കൂട്ടുപലിശയും ചേർത്ത് കാട്ടിക്കൂട്ടിയ ചെറ്റത്തരത്തിന്റെ പേരില് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അച്ഛന്റെ സമ്പാദ്യം മാത്രമല്ല, അച്ഛന്റെ ജീവനും കൂടിയാ. അങ്ങനെ ഗതികെട്ടപ്പോഴാ ചന്ദ്രൻ കടല് കടന്നത് കാശുണ്ടാക്കാൻ. എന്റെ അച്ഛനോട് നിന്റെ അപ്പൻ ചെയ്തതിന്റെ കണക്ക് തീർക്കാൻ അന്ന് ആ തറവാട്ടിലോട്ട് കയറി വരാൻ ചന്ദ്രന് കരുത്തുണ്ടായിരുന്നില്ല. ഇന്ന് കരുത്തുകൊണ്ട് കൈ നിറയെ കാശുണ്ട്. ഈ കാണുന്ന കയറും കള്ള പലിശയും വെച്ച് ഇനി ചന്ദ്രനോട് ഉശിര് കാണിക്കാൻ വന്നാൽ അപ്പനെ മോനെ കൂട്ടിക്കെട്ടെ കൊണ്ട് ഉഷാറാക്കും ഞാൻ. മനസ്സിലാടാ? ഇങ്ങനെയുള്ളവര് ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടില്. അധ്വാനിച്ച് നാല് കാശുണ്ടാക്കിയാൽ കണ്ണേടിയാ. അസൂയ മൂത്ത് മഞ്ഞപ്പിത്തം വന്നതാ ആ അപ്പനും മോനും. ഇത്രയും കാലം അസൂയക്ക് മരുന്നില്ലായിരുന്നു. ഇന്നലെ ഈ അളിയൻ അതിനൊരു മരുന്ന് കണ്ടെത്തി. അതെന്താണാവോ? കണ്ണടച്ചങ്ങ് പെരുമാറുക, അത്ര തന്നെ. വാ മോളെ. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള മരുന്നുകൾ നല്ലതാ. വാ മോളെ. ഇതാണ് എന്റെ മോൾ നിർമ്മല. കാര്യങ്ങളൊക്കെ അമ്മാവൻ പറഞ്ഞു കാണുമല്ലോ. ആ നിർമ്മല. ഏട്ടാ, ഞാൻ തന്നെ നോക്കിയാ മതിയാ? വേണ്ട, ഞാൻ നോക്കിയാ മതി. ഭാവിയിൽ ഏട്ടത്തിയമ്മയാകാൻ പോകുന്ന ഒരാളെ നീ നോക്കുന്നത് ശരിയല്ല. അപ്പൊ ഇത് ഇതാണ് അത്. ഏത്? ഏട്ടത്തിയമ്മ. ഷുവർ? 101%. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് കേട്ടിട്ടുണ്ട്. ദാ ഇപ്പൊ അത് കണ്ടു. അപ്പൊ എങ്ങനെയാളിയാ ഭാവി പരിപാടികൾ? ഇവർക്കിഷ്ടാണെങ്കിൽ അധികം വൈകാതെ കല്യാണം.